നമ്മുടെ അനുമോള് നോമിനേഷനിൽ സാബുമാനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ജയിൽ നോമിനേഷനിലേക്ക് സാബുമാൻ്റെ കുറേ കുറ്റങ്ങൾ, നാരദപ്പണി ചെയ്യുന്നതായിക്കോട്ടെ, ഫുഡിൻ്റെ കാര്യത്തിൽ ഓവർ ഇത് കാണിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ കുറേ പറഞ്ഞു. തിരിച്ച് സാബുമാനും നല്ല രീതിക്ക് പറഞ്ഞു. അനുമോൾ ഒരു കള്ളിയാണെന്നും പെരുങ്കള്ളിയാണെന്നും ഫ്രോഡാണെന്നും അനുമോൾക്കാരും വോട്ട് ചെയ്യരുത്, ജയിപ്പിക്കരുതെന്നും ഇവളുടെ PR വെച്ചാണ് ഇവൾ കളിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ സാബുമാൻ കുറേ രീതിയിൽ ആദ്യമായിട്ടാണ് സാബുമാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അവിടെ ആക്ച്വലി അനുമോള് മാത്രമല്ല, നമ്മുടെ നെവീനും സാബുമാനെ ഇഷ്ടംപോലെ പറഞ്ഞു. അവിടെ കേൾക്കുന്നത് ഇവിടെ വന്ന് പറയുക, ഇവിടെ കേൾക്കുന്നത് അവിടെ പോയി പറയുക, നാരദപ്പണി ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ ആൾക്കാർ സാബുമാൻ്റെ കുറ്റം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം സാബുമാൻ ആകെപ്പാടെ കിളിപോയ അവസ്ഥയിലാണ്. കാരണം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് സാബുമാന് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്, മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതൊക്കെ കേൾക്കേണ്ടി വരുന്നത് ആദ്യമായിട്ടാണ്, ഇത്തരം കുറ്റങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പം സാബുമാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നിൽക്കുന്ന എല്ലാവരും ഇതൊക്കെ ടോളറേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സാബുമാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സാബുമാൻ ആകെ തകർന്ന അവസ്ഥയിലാണ്, ആകെ വിഷമിച്ചതേ ആ സോഫയിൽ അങ്ങനെ പോയി കിടക്കുകയാണ്. നമ്മുടെ അക്ബറും നമ്മുടെ നെവിനൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സാധാരണമല്ലേ, നീ മാത്രം ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നല്ലവനായിട്ട് വെളുത്തു പോയാൽ മതിയോ, നീയും പോകണം, നിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളും അറിയണം. ആദ്യമായിട്ടാണ് ഞങ്ങൾ നിൻ്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, അതുകൊണ്ടാണ് നിനക്ക് ഇത്ര വിഷമം. ഞങ്ങൾക്കൊക്കെ വന്ന ആഴ്ച തൊട്ടേ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ നെവിൻ പറയുന്നുണ്ട്, അനുമോൾക്ക് 1 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ആളാണ്, അവളാണ് നിന്നെക്കുറിച്ച് ഈ മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ട് നിന്നെ ആൾക്കാർ ശരിക്കും കാര്യവാരത്തേക്കും, നീ പുറത്തിറങ്ങുമ്പോൾ നിന്റെ കോലം കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് സാബുമാനെ കുറേ കളിയാക്കുന്നുണ്ട് നെവിൻ. നീ ഇതൊക്കെ അനുഭവിക്കണോടാ, നീ ഇത് അനുഭവിച്ച് തന്നെ പോകണം ഇവിടുന്ന്, അങ്ങനെ നീ അങ്ങനെ നല്ലവനായിട്ട് നീ നല്ലവനായ ഉണ്ണീനെ പോലെ നീ പോകണ്ട എന്നുള്ള രീതിയിലൊക്കെ. അപ്പം നമ്മുടെ അനുമോളും ഇതേപോലെ തന്നെ സാബുമാൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഞങ്ങൾ നിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണ്, ഞാനുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഉള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ നിനക്കുണ്ടായ മനോവിഷമമാണ്. അതിലെ നൂറയും അനുമോളും അതേപോലെ അക്ബറും നെവിനും ഒക്കെ വന്ന് നമ്മുടെ സാബുമാനെ വന്ന് കൊഞ്ചിച്ചിട്ട് സാബുമാനോട് പറയുകയാണ്, നീ വിഷമിക്കണ്ട, ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ, ഇങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസ്, ഇത് ആദ്യമായിട്ട് അനുഭവിക്കുന്ന കാര്യമായതുകൊണ്ടാണ്, പോട്ടെ വിഷമിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ സാബുമാനെ സമാധാനിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ ഷാനവാസിക്കോട് സാബുമാൻ പറഞ്ഞു നടന്നത്, ഞാനൊരു ലൈക്കബിൾ ക്യാരക്ടറാണ്, എന്നെ ആരും വെറുക്കില്ല, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാകും എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് പെട്ടെന്ന് അതങ്ങോട്ട് പൊട്ടി തകർന്നപ്പോൾ ഉണ്ടായ മനോവിഷമമാണ് സാബുമാന്. കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പോൾ സാബുമാനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക.